കേരളം കണ്ട വല്ലാത്തൊരു പ്രതികാര കൊലപാതകം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ജീവൻ കൊടുത്ത പെൺകുട്ടി ദൃശ്യ. വിനീഷ് എന്ന കുറ്റവാളിയുടെ കത്തിമുനയിൽ തീർന്നുപോയത് ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളാണ്. വർഷം 2021 ജൂൺ 17. മലപ്പുറം പെരിന്തൽമണ്ണയിലെ CK സ്റ്റോഴ്സ് എന്ന സ്ഥാപനം അഗ്നിക്കിരയായി. കെട്ടിടത്തിന് തീപിടിച്ചതറിഞ്ഞ് ഉടമ ബാലചന്ദ്രൻ രാത്രി സ്ഥലത്തേക്കെത്തി. ആ രാത്രി ബാലചന്ദ്രന്റെ വീട്ടിൽ ചോരത്തളം കെട്ടി. തന്റെ മകൾ ദൃശ്യ ഒരു നരാധമന്റെ കൊലക്കത്തിയിൽ കുത്തേറ്റ് പിടഞ്ഞു വീണു. വിദ്യാർത്ഥിനിയായിരുന്നു ദൃശ്യ. +2 മുതൽ ദൃശ്യയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു വിനീഷ്. അന്നു മുതലേ പ്രണയബന്ധത്തിന് താല്പര്യമില്ലെന്ന് വിനീഷിനെ ദൃശ്യ അറിയിച്ചിരുന്നു. പക്ഷേ അയാൾ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. പ്രണയം നടിച്ചും വിവാഹാവശ്യമുന്നയിച്ചും നിരന്തരം ശല്യപ്പെടുത്തി. ശല്യം സഹിക്കാനാകാതെ ഒടുവിൽ ദൃശ്യ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. വീട്ടുകാർ വിനീഷിനെതിരെ പോലീസിൽ പരാതി നൽകി. പോലീസ് വിനീഷിനെ വിളിച്ചുവരുത്തി താക്കീത് നൽകി വിട്ടയച്ചു. അതോടെ അയാളിനി ശല്യമാകില്ലെന്ന് കരുതി. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ പക വളർന്നു. പ്രതികാരം വീട്ടാൻ കാലം കാത്തിരുന്നു. പകയും പ്രതികാരവും വിനീഷിനെ മൃഗതുല്യനാക്കി മാറ്റിയ ആ രാത്രി ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയ വിനീഷ് ആ പെൺകുട്ടിയെ കൊന്നുകളയാൻ തീരുമാനിച്ചു. തനിക്കു കിട്ടാത്തതൊന്നും ഭൂമിയിൽ വേണ്ടെന്ന് അയാൾ എഴുതി വെച്ചു. പദ്ധതിയുടെ ആദ്യ ഭാഗം അയാൾക്ക് അനുകൂലമായി. കട കത്തിയതറിഞ്ഞ് ദൃശ്യയുടെ അച്ഛൻ രാത്രി പെരിന്തൽമണ്ണയിലേക്ക് പോയി. ഇരുട്ടിൽ പതിയിരുന്ന കൊലയാളി ആരും കാണാതെ അടുക്കളവാതിൽ തകർത്ത് അകത്തു കയറി ഒളിച്ചിരുന്നു. അടുക്കളയിൽ നിന്നെടുത്ത കത്തിയുമായി ദൃശ്യ ഉറങ്ങിക്കിടന്ന മുറിയിലെത്തി. അവളുടെ ശരീരത്തിൽ 22 തവണ ആഞ്ഞുകുത്തി. ജീവനായി നിലവിളിച്ച ദൃശ്യയുടെ അരികിലേക്ക് അനുജത്തി ദേവശ്രീ ഓടിയെത്തി. ചേച്ചിയെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ട് പകച്ചുപോയെങ്കിലും അക്രമിയെ തടയാൻ അവളെ കൊണ്ടാകുന്ന വിധത്തിൽ അവൾ ശ്രമിച്ചു. പക്ഷേ പ്രതികാരം മാത്രമുണ്ടായിരുന്ന വിനീഷ് ആ 13കാരിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു. നിലവിളി കേട്ട ആളുകളെത്തിയപ്പോഴേക്കും അക്രമി ഓടി മറഞ്ഞു. ദൃശ്യ കടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ റൂം കയറി വന്നിട്ടാണ് കുത്തിയിരിക്കുന്നത്. അത് കണ്ട് നിലവിളി അനിയത്തി വന്നപ്പോൾ അനിയത്തിയും കുത്തിയിരിക്കുന്നു. ഈ ചെറിയ കുട്ടിയാണ് ഇപ്പോൾ പറയുന്നത് നെഞ്ഞത്ത് കുത്തേറ്റിട്ടാണ് ഈ കുട്ടി മുന്നിലേക്ക് വരണം, പിന്നെ സിറ്റ് ഔട്ടിലേക്ക് വരണം. ഇങ്ങോട്ട് വന്നപ്പോഴാണ് പറയുന്നത് ചേട്ടത്തി അവിടെ ഹാളിൽ കിടക്കണം. അപ്പോൾ ഹാളിൽ നോക്കിയപ്പോൾ ചേട്ടത്തിയും കുത്തേറ്റിട്ട് ഹാളിൽ കിടക്കണം. പെൺകുട്ടികളെ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ ദൃശ്യയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ച കത്തിമുന അവളുടെ ജീവനെടുത്തിരുന്നു. അരുംകൊല നടത്തി ശരീരമാകെ രക്തത്തിൽ കുളിച്ച് വിനീഷ് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപകടം പറ്റിയെന്നും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞെങ്കിലും സംശയം തോന്നിയ ഡ്രൈവർ ജൗഹർ തന്ത്രപരമായി കൊലയാളിയെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. അവന് ഈ ആക്സിഡന്റ് കേസല്ല എന്നോട് പറഞ്ഞേക്കണേ. ആ ഒരു ആക്സിഡന്റ് കേസിൽ തന്നെ ഞാൻ തരണപ്പോൾ തന്നെ അവന്റെ ഫോട്ടോ ഞാൻ എടുത്ത് അങ്ങനെ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നാട്ടിൽ തന്നെ സുബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് തൊട്ട് ഇവന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാകല്ലാത്ത രീതിയിൽ ഞാൻ വണ്ടി കൊടുത്ത് നിർത്തിയിട്ട് ഇവനോട് വേഗം പറഞ്ഞു അവനെ പിടിച്ചോ വന്നു. പക്ഷെ അവനും അറിയില്ല ഇങ്ങനെ എന്ത് സംഭവം ചെയ്തിട്ട് എല്ലാവരും കണിക്കൂടി ഞാൻ അവനെന്തൊരു പെശ കാണുന്നതാണ്. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ ഇതാക്കിയതും ഇതൊക്കെ നമ്മൾ. പക്ഷെ ഞാനിങ്ങനെ ചെയ്തിട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണേ വണ്ടിയിൽ തന്നെ. പക്ഷെ ഞാൻ ആ ഒരു ധൈര്യം കുട്ടിയില്ല. ദിവസങ്ങളുടെ ആസൂത്രണത്തിനൊടുവിൽ കാത്തിരുന്നു നടപ്പാക്കിയ കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അടുക്കളയിൽ നിന്ന് എടുത്ത കത്തി ആ സ്ഥലം ഞാൻ കാണിച്ചെന്ന്. അപ്പോൾ ആ കത്തി അവൻ്റെ പോക്കറ്റിലുണ്ടാകുന്ന പോകുന്ന വഴിക്കാ കളഞ്ഞെന്നാണ് പറഞ്ഞത്. സ്റ്റീലിൻ്റെ കത്തിയായിരുന്നു എന്നാണ് പറയുന്നത്. ഉദ്ദേശം കൊല്ലാൻ വേണ്ടി തന്നെ വന്നാണല്ലോ. അപ്പോൾ ആ കത്തി അവൻ്റെ കയ്യിലുള്ള കത്തി പോരാൻ തോന്നുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അടുക്കളയിൽ നിന്ന് ഈ കത്തി കണ്ടപ്പോൾ എടുത്തിട്ടുണ്ടാവും. ദൃശ്യാക്കൊലക്കേസിൽ 57ാം ദിവസം കോടതിയിൽ കുറ്റപത്രമെത്തി. വിചാരണ തടവുകാരനായിരിക്കെ കൊതുകുതിരി കഴിച്ച് ആത്മഹത്യാശ്രമം. അതോടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിനീഷിനെ മാറ്റി. 2022 വാർഡിലെ ശുചിമുറിയുടെ ചുമർ തുറന്ന് അയാൾ രക്ഷപ്പെട്ടു. അന്ന് ദിവസങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ. വീണ്ടും കുതിരവട്ടത്തേക്ക്. 2025 ഡിസംബർ 31 രാത്രി വീണ്ടും അയാൾ രക്ഷപ്പെട്ടു. അവൻ എന്തും ചെയ്യും. കൊടും ക്രിമിനലാണ്. പക വീട്ടാൻ വരുമെന്ന് പേടിക്കുന്നുണ്ട്. ഒരമ്മ വിങ്ങലോടെ പറയുന്നതാണ്. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.